ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വിഷ് ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ക്രിസ്മസ് വിഷസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കളറിങ്ങിന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഹെയർ കളർ ചെയ്യണോ വേണ്ടിയോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഹെയർ കളർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്, പക്ഷേ ഭയങ്കര കൺഫ്യൂഷനിൽ ഇരിക്കുവാണ് ഹെയർ കളർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ക്യാമറയിൽ ഫോക്കസ് ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട. ഓക്കെ, ഞാൻ പെട്ടെന്നൊന്ന് ക്ലിക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ട്, പക്ഷേ ഭയങ്കര ഡൗട്ടാണ്. അതായത് ഹെയർ ഫാൾ ഉണ്ടാവുമോ, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരച്ചു പോവുമോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ കളർ ചെയ്യേണ്ട എന്നുള്ളതാണ്. ചുമ്മാ ജസ്റ്റ് കിട്ടി. അപ്പോൾ ഹെയർ കളർ ചെയ്യാൻ നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പേർക്കും അങ്ങനെ പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടായില്ല. കാരണം ചിലർക്ക് മാത്രമേ, അതായത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ നന്നായിട്ട് ഹെയർ നമ്മൾ കെയർ ചെയ്യുക. അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ പാടുള്ളൂ. അങ്ങനെയൊക്കെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം. എന്താണ് ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഇത്രയും ഒന്നും കെയർ ചെയ്തില്ല എങ്കിൽ പോലും, അതായത് ഹെയറിന് ഒരു പ്രോബ്ലം ഇല്ലാതെ, കൊഴിച്ചിലൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുന്നവരുടെതുണ്ട് മുടി. ഇനി എന്തൊക്കെ കെയർ ചെയ്തിട്ടും മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ നരച്ചു പോകുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഹെൽത്തും പോലെ ഇരിക്കും. എല്ലാവർക്കും മുടി പെട്ടെന്ന് നരച്ചു പോകണമെന്നുമില്ല, എല്ലാവർക്കും ഹെയർ ഫാൾ ഉണ്ടാകണമെന്നുമില്ല. അത് നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ മുടിയുടെ ഹെൽത്ത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മുടിക്ക്. എൻ്റെ മുടിക്ക് ചിലപ്പോൾ ഹെയർ ഫാൾ ഉണ്ടാവാം ഹെയർ കളർ ചെയ്തതിന് ശേഷം, പക്ഷേ നിങ്ങളുടെ ഹെയർ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഒരു ഡാൻസ് മാസ്റ്റർ, അതായത് പ്രജിൻ്റെ ഒരു കൂടെ പെയർ ചെയ്യുന്ന, നിങ്ങൾ പ്രജിൻ്റെ വീഡിയോസ് ഡാൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കൂടെ പെയർ ചെയ്യുന്ന കളിക്കുന്ന ഷാലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി. നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കാരണം അത്രയ്ക്ക് ഹെയർ ഉള്ള കുട്ടിയാണ്. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, ബാക്കി ഫുൾ നന്നായിട്ട് നല്ല ഹെയർ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട സമയത്ത്, ഞാൻ ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹെയർ ഫോളോ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നങ്ങളും മുടിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നുണ്ട്, എത്ര കെയർ ചെയ്തിട്ടും കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്ത്, നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം മാത്രം ഹെയർ കളർ ചെയ്യുക. ഇനി അത്രയും പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് ബ്ലീച്ച് ചെയ്യാൻ പോകരുത്. ബ്ലീച്ച് ചെയ്യണം എന്ന് പാർലറിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലീച്ച് ചെയ്യേണ്ട, ബ്ലീച്ച് വേണ്ട, ഓൺലി ഹെയർ കളർ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും മതി. കാരണം ബ്ലീച്ച് നമ്മുടെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ മുടിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് ഇല്ലാതെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആരോഗ്യത്തോടെ ഹെയർ നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മുടി കൊഴിച്ചില്ലാതാക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കേരളത്തിലുള്ളവരുടെ മുടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കൊന്നും അത് പറ്റില്ല കേട്ടോ. ഞാൻ ഡെയിലി വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ അത് പറ്റാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡെയിലി നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഹെയർ ആഴ്ചയിൽ 1 ദിവസം മാത്രം വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ഹെയർ, അതായത് ഡാമേജ് ഉണ്ടാകാതിരിക്കാനും കളർ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ അവൈലബിൾ ആണ്. നിങ്ങൾ അത് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഒരു തവണ ഹെയർ കളർ ചെയ്ത് ഉടൻ തന്നെ നെക്സ്റ്റ് കളർ വീണ്ടും, അതായത് കളർ ഫെയ്ഡായി പോയ ഉടനെ തന്നെ ചെയ്യാതിരിക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഒരു തവണ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കുക. ആ ഒരു ഹെയർ കളർ ചെയ്തത് ഫെയ്ഡായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് വീണ്ടും ചെയ്യാതിരിക്കുക. കുറച്ചൊന്ന് ഒരു വർഷമൊക്കെ നിങ്ങളൊന്ന് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മുടിക്ക് ഏറ്റവും നല്ലത്, ഇപ്പോൾ ചൂടാക്കിയില്ലെങ്കിൽ, ഓയിൽ ചൂടാക്കിയില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് കാച്ചി നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. ഇതാണ് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.